ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ല സൂപ്പറായിട്ട് വറുത്തരച്ച് നല്ല നാടൻ കോഴിക്കറി വെച്ചാലോ. അതിനകത്ത് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പിലിട്ട് ഇഞ്ചി വെളുത്തുള്ളിയിട്ട് നമ്മളെ ചെറിയ ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് അതിൻ്റെ കുത്തൽ പോകുന്നവരൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ കോഴിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷമല്ല സംഭവം ഉള്ളി ഇടുന്ന സമയത്ത് ഇടാനുള്ള പച്ചമുളകാണ് ഞാനിപ്പോൾ ഇടുന്ന സംഭവം മറന്നുപോയി. എന്നിട്ട് മൂടി വെച്ച് വയ്ക്കണം. എന്നിട്ട് ഒരു ഇരട്ടി ചട്ടിയിലേക്ക് നമ്മൾ കൊത്തമല്ലിയില്ലേ അതും വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ചെറിയുള്ളി തേങ്ങയും കൂടിയിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ടല്ല ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചിക്കൻ്റെ മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. ചട്ടിയിലായ കാരണം അടിയിൽ പിടിക്കാത്ത സംസാരിക്കണം. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്തിച്ചിരിക്കുന്ന സംഭവം മാറ്റി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം തക്കാളിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ കറക്റ്റാണെന്ന്. അങ്ങനെ ഉപ്പ് നോക്കി നമ്മൾ കറി തീർന്നു പോകരുത്. എന്നിട്ട് പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് ഇതേപോലെ തിള വന്നൊരു 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമ്മളൊരു 2 മണിക്കൂറെങ്കിലും അതേ ചൂടിൽ മീൻസ് ഗ്യാസ് നിർത്തിയിട്ട് ചട്ടിയിൽ നല്ല ചൂടുണ്ടാവും കേട്ടോ. അതേ ചൂടിൽ നമ്മൾ വച്ചേക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ കഴിക്കാവുള്ളൂ. അപ്പം ഭയങ്കര ഫുൾ ടേസ്റ്റ് ആയിരിക്കും. ഇതേ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞ കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിൻ്റെ മറ്റേ കുറ്റി സംഭവം കണ്ടില്ല ഞാൻ തപ്പിയിട്ട്. അത് കാരണം മറ്റേ ആവിയിൽ വെച്ചിട്ട് ഇലയിൽ വെച്ചിട്ട് ഇഡ്ഡലി കുടുംബത്തിൽ വെച്ചുണ്ടാക്കുന്ന പുട്ടില്ലേ ആ സംഭവം കഴിച്ചു നോക്കട്ടെ. വറുത്തരച്ചുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. നാടൻ കോഴി കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കും. പൊളിയായിരിക്കും.